നമസ്കാരം. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് ഫണ്ടിംഗ് വേണോ? അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? എങ്കിൽ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒരു ഇൻവെസ്റ്റർ, അതായത് പണം മുടക്കുന്നയാൾ ഒരു ചെക്ക് എഴുതുന്നതിന് മുൻപ് ശരിക്കും എന്താണ് നോക്കുന്നത്? അതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഫണ്ടിംഗ് എങ്ങനെ കിട്ടുമെന്ന് ചിന്തിക്കുന്നതിന് മുൻപേ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരിക്കും. എൻ്റെ സ്റ്റാർട്ടപ്പിന് ശരിക്കും ഈ ഇക്വിറ്റി ക്യാപിറ്റൽ വേണോ? കാരണം കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നാം. പക്ഷേ ഇതൊരു കല്യാണം കഴിക്കുന്നത് പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അത്രയ്ക്ക് ഗൗരവമുണ്ട് ഇതിന്. അപ്പോൾ എന്താണ് ഈ ഇക്വിറ്റി ക്യാപിറ്റൽ? സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവായ പണമാണിത്. കാരണം വെറുതെ കുറച്ച് കാശ് കിട്ടുന്നല്ല. നിങ്ങൾ ശരിക്കും ഒരു നിയമപരമായ ബാധ്യതയിലേക്കാണ് കടക്കുന്നത്. അതായത് അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു ലാഭം തിരിച്ചു നൽകണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാശ് മാത്രമല്ല കിട്ടുന്നത്, കൂടെ ഒരു 10 വർഷത്തെ ഹൈ പ്രഷർ യാത്രയിലേക്കുള്ള ടിക്കറ്റ് കൂടിയാണ്. എത്ര വലിയ ലാഭമെന്നല്ലേ? ഏകദേശം 30 മുതൽ 50% വരെ. അതാണ് ഇൻവെസ്റ്റേഴ്സ് ഓരോ വർഷവും പ്രതീക്ഷിക്കുന്ന IRR, അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ കാര്യം വ്യക്തമാണല്ലോ അല്ലേ? ഇത് കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ചെറിയൊരു കടമല്ല. ഇതൊരു റോക്കറ്റ് ഷിപ്പ് വിക്ഷേപിക്കാനുള്ള ഇന്ധനമാണ്. അത്രയും പവർഫുൾ, അത്രയും റിസ്കിയും. ശരി, അപ്പൊ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം കടക്കേണ്ട കടമ്പ എന്താണ്? നിങ്ങളുടെ ഐഡിയ അത് വെറുമൊരു ഐഡിയ അല്ല, അതിന് ഈ ലോകത്തൊരു സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കണം. അതാണ് അവർക്ക് ആദ്യം കാണേണ്ടത്. ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ കേട്ട് മടുത്തൊരു ഡയലോഗ് ഉണ്ട്. നോക്കൂ, ഇതൊരു $10 ബില്യൺ മാർക്കറ്റാണ്. അതിൻ്റെ 1% കിട്ടിയാൽ മതി, ഞാൻ 100 മില്യൺ ഉണ്ടാക്കും. ഇത് കേൾക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും നിങ്ങൾ കാര്യമായി ഹോംവർക്ക് ചെയ്തിട്ടില്ലെന്ന്. കാരണം എന്താണെന്നറിയോ? ആ 1% മാർക്കറ്റ് പിടിക്കാൻ എടുക്കുന്ന എഫേർട്ട് അത് ചില്ലറയല്ല. അതുകൊണ്ട് ഈ ഡയലോഗ് അങ്ങ് മറന്നേക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഐഡിയ വർക്ക് ആവുമെന്ന് തെളിയിക്കുക? വലിയ പൈസയൊന്നും മുടക്കാതെ ചെയ്യാൻ പറ്റുന്ന ചില വഴികളുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള കുറച്ചു പേരെ ഓൺലൈൻ കമ്മ്യൂണിറ്റികളിൽ നിന്നൊക്കെ കണ്ടെത്തി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുക. പിന്നെ ഫ്രീ ആയി കിട്ടുന്ന AI ടൂൾസ് വെച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ നല്ല അടിപൊളി ചിത്രങ്ങൾ ഉണ്ടാക്കുക. മൂന്നാമതായി, ആളുകൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെബ്സൈറ്റ് ഉണ്ടാക്കുക. ഓർഡർ വന്നാൽ പൈസ തിരിച്ചു കൊടുത്താൽ മതി. ഇതിനെ വേപ്പർവെയർ ടെസ്റ്റ് എന്ന് പറയും. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം തെളിയിക്കാം. ആളുകൾക്ക് താല്പര്യമുണ്ട് എന്ന് വെറുതെ പറയുകയല്ല, അവർ പണം മുടക്കാൻ വരെ തയ്യാറാണ് എന്ന്. അതാണ് ഇൻവെസ്റ്റർക്ക് വേണ്ട തെളിവ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സ് ഇല്ലേ, അവരാണ് ശരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ഫണ്ടിങ് സോഴ്സ്. കാരണം അവർ നിങ്ങൾക്ക് പണം തരും, പലിശ ചോദിക്കില്ല. നിങ്ങളുടെ കമ്പനിയുടെ ഓഹരിയും അവർക്ക് വേണ്ട. അപ്പം ഏറ്റവും നല്ല വാലിഡേഷനും ഏറ്റവും ചെലവ് കുറഞ്ഞ ക്യാപിറ്റലും വരുന്നത് ഒരേ ഒരിടത്ത് നിന്നാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ. ശരി, ഐഡിയ കൊള്ളാം എന്ന് തെളിയിച്ചു എന്ന് വെക്കാം. അടുത്തതെന്താ? അടുത്തതാണ് ഈ കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ പസിലിന്റെ കേന്ദ്രബിന്ദു അത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. അതെ, സ്ഥാപകൻ. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും നിങ്ങളുടെ ഐഡിയ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണ് ഏറ്റവും പ്രധാനമെന്ന്. എന്നാൽ സത്യം അതല്ല. ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ. ഒരു ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റർ തീരുമാനമെടുക്കുമ്പോൾ 65% വെയിറ്റേജ് കൊടുക്കുന്നത് സ്ഥാപകനും ടീമിനുമാണ്. മാർക്കറ്റിന് 25%, നിങ്ങളുടെ ഐഡിയയ്ക്ക് വെറും 10% മാത്രം. അതെ, നിങ്ങളുടെ എക്സൽ ഷീറ്റിനേക്കാളും പ്രസന്റേഷനേക്കാളും ഒക്കെ അവർ വിലമതിക്കുന്നത് നിങ്ങളെയാണ്. അപ്പോൾ എന്താണ് അവർ നിങ്ങളിൽ നോക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അസാധാരണത്വം. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അത് ചിലപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിലാവാം അല്ലെങ്കിൽ വിൽക്കുന്നതിലാവാം, ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ബാക്കിയുള്ളവരെക്കാൾ ഒരുപാട് മുന്നിലാണെന്ന് തെളിയിക്കണം. അവർ തിരയുന്നത് നിങ്ങളുടെ സൂപ്പർ പവറാണ്, നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ആ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബിസിനസ് വൈദഗ്ധ്യം. വെറുതെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ. കണക്കുകളെക്കുറിച്ചൊരു ധാരണ വേണം. മാർജിൻ എന്താണ്, എവിടെയാണ് ശരിക്കും ലാഭം കിട്ടുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ വേണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന വാഹനത്തിൻ്റെ സാമ്പത്തിക എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയണം. മൂന്നാമത്തത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു നോൺ ഓബ്വിയസ് ഇൻസൈറ്റ്. അതായത് നിങ്ങളുടെ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന, മറ്റാരും കാണാത്ത ഒരു സത്യം. അതെന്താണ്? ഈ ഉൾക്കാഴ്ചയാണ് നിങ്ങളുടെ യഥാർത്ഥ രഹസ്യായുധം. ഈ മാർക്കറ്റിൽ മത്സരിച്ച് ജയിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നത് ഈ ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ഐഡിയയും കൊള്ളാം, നിങ്ങളും കൊള്ളാം. ഇനി നമുക്ക് ഡീലിലേക്ക് കടക്കാം. എല്ലാവരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം വാല്യുവേഷൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, മിക്ക ഫൗണ്ടേഴ്സും വിചാരിക്കുന്ന പോലെയല്ല ഈ വാല്യുവേഷൻ ഗെയിം. ഇപ്പോൾ റിലയൻസ് പോലെ ഒരു വലിയ പബ്ലിക് കമ്പനിയുടെ വാല്യുവേഷൻ കണക്കാക്കുന്നത് കൃത്യമായ ഫോർമുല വെച്ചാണ്. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം അങ്ങനെയല്ല. അത് സിമ്പിളായി പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും പോലെയാണ്.
അതായത് നിങ്ങളുടെ കമ്പനിയിൽ പണം മുടക്കാൻ എത്ര ഇൻവെസ്റ്റേഴ്സ് ക്യൂ നിൽക്കുന്നുണ്ട്, അവർക്ക് വേറെ എത്ര നല്ല ഓപ്ഷനുകളുണ്ട്, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വില. അല്ലാതെ ഒരു മാന്ത്രിക ഫോർമുലയുമില്ല. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ? കൂടുതൽ വാല്യുവേഷൻ കിട്ടുന്നതല്ലേ എപ്പോഴും നല്ലത്? കേൾക്കുമ്പോൾ കൊള്ളാം. പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ആ ഉയർന്ന വാല്യുവേഷൻ തന്നെ നിങ്ങൾക്കൊരു കെണിയായി മാറും. പ്രത്യേകിച്ചും നിങ്ങളുടെ അടുത്ത ഫണ്ടിംഗ് റൗണ്ടിൽ. അതെങ്ങനെയാണെന്നല്ലേ? അതിനെയാണ് ഡൗൺ റൗണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇന്ന് ഒരു വലിയ വാല്യുവേഷനിൽ ഫണ്ട് എടുത്തു. പക്ഷെ അടുത്ത റൗണ്ട് ആകുമ്പോഴേക്കും പ്രതീക്ഷിച്ച വളർച്ച ഉണ്ടായില്ല. അപ്പോൾ വാല്യുവേഷൻ കുറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്ററുടെ നഷ്ടം നികത്താൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഓഹരികൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇതിനെ ആന്റി ഡൈലൂഷൻ എന്ന് പറയും. ഒറ്റയടിക്ക് നിങ്ങളുടെ സ്വന്തം ഷെയർ വലിയ രീതിയിൽ കുറയും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാ ഈ ഉദാഹരണം നോക്കൂ. റൗണ്ട് എയിൽ നിങ്ങളുടെ കമ്പനിക്ക് 100 കോടി വാല്യുവേഷൻ കിട്ടി. ഇൻവെസ്റ്റർക്ക് 20% ഓഹരി കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ 80%. പക്ഷേ അടുത്ത റൗണ്ടിൽ വാല്യുവേഷൻ 50 കോടിയായി കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യത്തെ ഇൻവെസ്റ്ററുടെ ഓഹരി 20-ൽ നിന്ന് 40%-ആയി. പുതിയ ഇൻവെസ്റ്റർക്ക് 20%. ഫലത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 80% ഓഹരി നേരെ പകുതിയായി 40%-ആയി കുറഞ്ഞു. കണ്ടില്ലേ ആ അപകടം? ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഒരു ഇൻവെസ്റ്ററുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനം എന്ന് കണ്ടു. ഇതിൽ നിന്നെല്ലാം ഒരു ഫൗണ്ടർ എന്ന നിലയിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? ഇൻവെസ്റ്റേഴ്സിന്റെ ലോകത്ത് 2 തരം ഫൗണ്ടേഴ്സ് ഉണ്ട്. മിഷനറിമാരും കൂലിപ്പടയാളികളും. മിഷനറിമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പാഷനുള്ള ഒരു പ്രശ്നം പരിഹരിക്കാനാണ് കമ്പനി തുടങ്ങുന്നത്. അവർ ദീർഘകാലത്തേക്ക് ചിന്തിക്കും. എന്നാൽ കൂലിപ്പടയാളികളോ, അവരുടെ ലക്ഷ്യം പെട്ടെന്ന് പണമുണ്ടാക്കുക, കമ്പനി മറിച്ചു വിൽക്കുക എന്നതാണ്. ഇത് ഇൻവെസ്റ്റേഴ്സിന് ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. കാരണം ഒരു നല്ല കമ്പനി ഉണ്ടാക്കുന്നത് ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ്. വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ കൂലിപ്പടയാളികൾ പെട്ടെന്ന് തളർന്നു പോകും. പക്ഷെ മിഷനറിമാർ ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും മിഷനറിമാരെ തേടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഓർക്കാൻ വേണ്ടി ഇതാ ഒരു ചെറിയ ചെക്ക് ലിസ്റ്റ്. 1. ഫണ്ടിങ് എന്നത് ഒരു ഓപ്ഷൻ മാത്രമാണ്, എല്ലാവരും ചെയ്യേണ്ട ഒന്നല്ല. 2. വലിയ മാർക്കറ്റിന്റെ കണക്ക് പറയുന്നതിന് പകരം യഥാർത്ഥ കസ്റ്റമേഴ്സിനെ കാണിച്ച് ഡിമാൻഡ് ഉണ്ടെന്ന് തെളിയിക്കുക. 3. ഇൻവെസ്റ്റേഴ്സ് പണം മുടക്കുന്നത് പ്രധാനമായും നിങ്ങളിലാണ്, നിങ്ങളുടെ കഴിവും കാഴ്ചപ്പാടും കണ്ടിട്ടാണ്. 4. വാല്യുവേഷൻ എന്നത് മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ചിരിക്കും. വലിയ വാല്യുവേഷൻ എപ്പോഴും വലിയ റിസ്ക്കും കൂടെ കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുക. അവസാനമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം ഇതാണ്: ഞാനൊരു മിഷണറിയാണോ അതോ ഒരു കൂലിപ്പടയാളിയാണോ? ആ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം അത് നിങ്ങളുടെ സംരംഭകത്വ യാത്രയുടെ ദിശ തന്നെ നിർണ്ണയിക്കും. ഒരു ഇൻവെസ്റ്റർക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും പവർഫുൾ ആയ സിഗ്നലും അത് തന്നെയായിരിക്കും.